ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദുആ ശീലാക്കണം. കുല്ലായ ഉബൗബിക്കും റബ്ബി ലൗലാ ദുആഉക്കും 25-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം അങ്ങനെയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണില്ലെങ്കിൽ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂല, മെയിൻറ്റ് ചെയ്യൂല എന്നു. അപ്പൊ എല്ലാം നേടിയെന്നാണ് ഭാവം. എന്നാലും അത് നിലനിൽക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇതിന്റെ സൂറത്തുൽ മുസ്തഖീം നമ്മൾ എത്ര പറയുന്നുണ്ട്? നമ്മളൊക്കെ നേരായ പാതയിലല്ലേ? 100% അങ്ങനെയാണ്. പിന്നെ ഞങ്ങളെ നേരായ പാതയിലേക്ക് ക്ഷണിക്കണേ, ചേർക്കണേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിൽ ഞങ്ങളെ നിലനിർത്തി തരയണമേ എന്നാ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ ആവുന്നിടണ്ടെന്ന് പറഞ്ഞാൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ ഇടേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മൾ എന്തിനാ പിന്നെയും ഞങ്ങളെ ഈ സിറാത്തുൽ മുസ്തഖീമിൽ അടിയുറച്ച് നിർത്തണേ എന്ന് പറയുന്നത്? അതിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു പരിപാടിയും ഞങ്ങളെ ജീവിതത്തിൽ നീ ഉണ്ടാക്കി തരരുത് എന്ന്. അങ്ങനെ വരുമ്പോ പ്രാർത്ഥന ഞാനൊക്കെ നേടിയിട്ടുണ്ട്, എല്ലാം റെഡിയാണ്, എനിക്ക് ആ ദുന്യാവൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ നമുക്ക് എത്ര ഒക്കെ ഉള്ളത്? പൂർവികരാകുന്ന മഹാന്മാരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവർ 6 മാസം നോമ്പ് എത്തിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, കരളുരുകിയിട്ട്. ആയോ 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 എന്നെഴുതിയിട്ട്. പറ്റ ദാരിദ്ര്യം കൊണ്ട് ജീവിച്ചിരുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള പൂർവികരാലോചിച്ച് നോക്കൂ. നോമ്പ് വരുന്നതിന്റെ മുമ്പ് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ നോമ്പിനെ കുറിച്ച് ചർച്ച വരണം. കുട്ടികൾക്ക് നോമ്പ് എന്ന് പറഞ്ഞാൽ എന്തൊരു സംഭവമാണെന്നുള്ള ബോധത്തിലേക്ക് വരണം. മറുസ് പഠിക്കുന്ന കുട്ടിയൊന്നല്ല, അതിനേക്കാൾ ചെറിയ കുട്ടിക്ക് നോമ്പ് വരുന്നുണ്ട്. ആ നോമ്പ് തുറക്കൊക്കെ ഇത്തിരി ഫുഡൊക്കെ ഉണ്ടാക്കുന്നതിന്റെ ന്യായം അതാണ്. കുട്ടികൾക്ക് ഏറ്റവും വലിയ സന്തോഷാനുഭവമായിട്ട് നോമ്പ് മാറണം. റസൂലുള്ളാഹി തങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ, ലിൽ സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദൽ ഫിത്ര, നോമ്പ് തുറക്കുമ്പോഴൊരു സന്തോഷം. എല്ലാ വിഭവങ്ങളും മുന്നിൽ വെച്ചിട്ടല്ല, പടച്ച റബ്ബേ ഞാൻ ഇതുവരെയും നോമ്പെടുത്തല്ലോ, അതിന് എനിക്ക് തൗഫീഖ് കിട്ടിയല്ലോ എന്നുള്ള വല്ലാത്തൊരു സന്തോഷം. പിന്നെ അതുവരെയും പിടിച്ചു നിന്നിട്ട് വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികം സന്തോഷം വരും. ഇങ്ങനെ വലിയവർക്ക് സന്തോഷം. ചെറിയ കുട്ടികൾക്കൊക്കെ വിഭവസമൃദ്ധമായ സദ്യ, നോമ്പിന്റെ സ്പെഷ്യൽ. അപ്പൊ നോമ്പ് വരട്ടെ എന്നവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും.